friends, my topic is service-oriented architecture. Service-oriented architecture is an approach used to create an architecture based upon user services. User servicesന്റെ ബേസിൽ ഒരു ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സർവർ ആർക്കിടെക്ചറിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 1980s 1990s കുറേ ഓർഗനൈസേഷൻസും മ്യൂസിക് കമ്പനീസൊക്കെ ഒരു ഡോക്യുമെൻറ്റ് മെയിൻ ഫ്രെയിംസുകൾ എല്ലാ ഓട്ടോമേറ്റഡ് പ്രോസസ്സിനെയും കളക്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് മെയിൻ ഫ്രെയിം ഉണ്ടാക്കാൻ തുടങ്ങി. There is only systems is capable of doing all jobs in necessary way, and over time computing devices are improving all systems that are unable to do all transactions. Then many more systems were introduced, but they realized that these systems can't share information with one another. They are not sharing any information. They are not communicating with one another. Hence the concept of standardized message was developed. The standardized message being communicated within this landscape of organization. We know about the XML, Extendable Markup Language, and it allows sharing information in a consistent manner. ഒരു കൺസിസ്റ്റൻറ്റ് മാനറിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻഡബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ അത് ഈ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എക്സ്റ്റെൻഡബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ XML വെച്ചിട്ട് പഴയതും അതുപോലെ പുതിയ സിസ്റ്റംസൊക്കെ നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. And the service-oriented architecture, which is a form of client-server architecture that now enjoys widespread use in enterprise system. And SOA organize business function into a modular structure rather than a monolithic application for each department. ഒരു സർവീസ്-oriented architecture ബിസിനസ് ഫങ്ഷൻസിനൊക്കെ ഒരു മോഡുലാർ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്യും, അതായത് മോണോലിത്തിക് ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ കോമൺ ഫങ്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇന്റേണലി ആൻഡ് ബൈ എക്സ്റ്റേണൽ പാർട്ട്നേഴ്സ്. As well, how much more fine-grained the modules, they can be more reused. ഒരു ജനറൽ കേസ് പറയുകയാണെങ്കിൽ ഈ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിനകത്ത് ഒരു സെറ്റ് ഓഫ് സർവീസസ് ഉണ്ടാവും, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസും ഉണ്ടാവും. സെറ്റ് ഓഫ് ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഓഫ് സർവീസസിനെ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു സിംഗിൾ സർവീസ് ആവും, അല്ലെങ്കിൽ ഒന്നോ രണ്ടിൽ കൂടുതലോ ആവും. സർവീസ് എന്താ പറയുക മേ ഇൻവോൾവ് 2 or more സർവീസസ് ടു കോർഡിനേറ്റിംഗ് സം ആക്ടിവിറ്റി ആൻഡ് റിക്വയറിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് സർവീസസ് വിത്ത് ഈച്ച് അതർ. ഒരു ക്ലയൻറ്റ് എന്താ പറയുക ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുക, സർവീസിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുക, അതിനെന്താ സർവീസ് വേണം, അതിനനുസരിച്ച് സർവീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർഫേസസ് ആർ യൂസ്ഡ് ടു എനേബിൾ സർവീസ് മോഡ്യൂൾസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ആൻഡ് ടു എനേബിൾ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സർവീസ് മോഡ്യൂൾസ്. എന്താ പറയുക സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർഫേസ് വെച്ചിട്ടാണ് സർവീസ് മൊഡ്യൂൾസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിലാണ് ക്ലയൻറ്റ് ആവശ്യപ്പെട്ട റിക്വസ്റ്റിനനുസരിച്ചുള്ള സർവീസ് അത് കൊടുക്കുന്നത്. മോസ്റ്റ് പോപ്പുലർ ഇൻ്റർഫേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ XML ഓർ HTTP നോൺ ആസ് വെബ് സർവീസസ് ഒക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. SOAs are also implemented using other standards such as CORBA, Common Object Request Broker Architecture പോലുള്ള അതർ സ്റ്റാൻഡേർഡ് വെച്ചിട്ടും എന്താ പറയുക സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിനകത്ത് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ എലമെൻറ്റ്സ് ആണുള്ളത്. സർവീസ് പ്രൊവൈഡർ ഉണ്ട്, സർവീസ് ബ്രോക്കർ ഉണ്ട്, അതേപോലെ തന്നെ സർവീസ് റിക്വസ്റ്ററും ഉണ്ട്. ഇതിൽ ഇപ്പോൾ നിങ്ങൾ സർവീസ് പ്രൊവൈഡർ എന്താ പറയുകയാണെങ്കിൽ എ നെറ്റ്വർക്ക് നോഡ് ദാറ്റ് പ്രൊവൈഡ്സ് എ സർവീസ് ഇൻ്റർഫേസ് ഫോർ എ സോഫ്റ്റ്വെയർ അസറ്റ് ദാറ്റ് മാനേജസ് എ സ്പെസിഫിക് ടാസ്ക്. ഒരു സർവീസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ എന്താ പറയുക സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം കുറേ എക്സാമ്പിൾസ് ഒക്കെ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. നമുക്കൊക്കെ സർവീസ് അതിൽ നിന്ന് നമുക്ക് സർവീസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സർവീസ് പ്രൊവൈഡർ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് നോഡ് ദാറ്റ് പ്രൊവൈഡ്സ് എ സർവീസ് ഇൻ്റർഫേസ് ഫോർ എ സോഫ്റ്റ്വെയർ അസറ്റ് ദാറ്റ് മാനേജസ് എ സ്പെസിഫിക് ടാസ്ക്. ആൻഡ് എ സർവീസ് പ്രൊവൈഡർ നോഡ് ക്യാൻ റെപ്രസെൻറ്റ് ദ സർവീസസ് ഓഫ് ബിസിനസ് entity or it can simply represent the service interface for a reusable subsystemത്തിന് എന്താ പറയുക ഇത് റെപ്രസെൻറ്റ് ചെയ്യാനത് യൂസ് ചെയ്യും. പിന്നെ പറയുന്ന അതർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഒരു സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റാണ് സർവീസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. സർവീസ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ക്ലയൻറ്റ് നമ്മളിപ്പം ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, സർവീസിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്.
അല്ലെങ്കിൽ നമ്മളൊരു ഓർഡർ ചെയ്യാണ്, എന്താ പറയുക, ഈ സർവീസ് വേണം അങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ ഒരു ഡെഫിനേഷൻ പറയുന്നത് നെറ്റ്വർക്ക് നോഡ് ദാറ്റ് ഡിസ്കവേഴ്സ് ആൻഡ് ഇൻവോക്സ് അതർ സോഫ്റ്റ്വെയർ സർവീസസ് ടു പ്രൊവൈഡ് ബിസിനസ് സൊല്യൂഷൻ. ആൻഡ് നെറ്റ്വർക്ക് നോഡ് ആൻഡ് സർവീസ് റിക്വസ്റ്റർ നോഡ് വിൽ ഓഫൺ റെപ്രസെൻറ്റ് ഒരു ബിസിനസ് ആപ്ലിക്കേഷനാണ് സർവീസ് റിക്വസ്റ്റർ നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കമ്പോണൻറ്റിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദാറ്റ് പെർഫോം റിമോട്ട് പ്രൊസീജിയർ കോൾ to a distributed object. And the service provider, in some cases, the provider node may reside locally within an internet, or in other cases, it could reside remotely over the internet. And these are about the service requester. Basically, simply means the client. Since we are requesting for information or any services. And next is service broker. Service broker simply means the database. It was basically the database, multiple products and all the details of a. We are ordering something from Flipkart. We are requesting some product. And these related products, all the related data are stored in this database. Service broker, a specific kind of service provider that acts as a registry and allows for lookup of the service provider interface and the service locations. The service broker can pass on a service request to one or more additional service providers. These are the main three elements of a service-oriented architecture. When we go through the architecture, we can see that mainly three operations like find, service, and find, publish, and invoke. And this publish means publish the all type of the product we are searching, or the find means the compare, search, and full discovery etc. can be provided through the find. And next is invoke. This invoke means selecting product by requesting പ്രൊവൈഡറിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ എന്താ പറയുക, ഏതാണോ നമുക്ക് ആവശ്യമുള്ള സർവീസ് അത് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ മെയിനായിട്ട് ഇതിൽ വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പബ്ലിഷിൽ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് അതൊക്കെ വരുന്നത് പബ്ലിഷിനകത്തായിരിക്കും. സിംപ്ലി നമ്മളൊരു ഫ്ലിപ്കാർട്ടിലൊക്കെ എന്താ പറയുക സർവീസ് നോക്കുന്നത് ആണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. Next is the key characteristics for effective use of services, and mainly it includes many characteristics. And the first one is coarse-grained. Coarse-grained means that the operations on the services are frequently implemented to encompass more functionality and operate on larger data sets as when compared with the other component interface design. Component interface design കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ഡാറ്റാ സെറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർഫേസ് ബേസ്ഡ് ഡിസൈൻ, സർവീസസ് ഇംപ്ലിമെൻറ്റഡ് സെപ്പറേറ്റ്ലി ഡിഫൈൻഡ് ഇൻ്റർഫേസിൽ എന്താ പറയുക സർവീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇൻ്റർഫേസ് ബേസ്ഡ്. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഓഫ് ദിസ് ഈസ് ദാറ്റ് മൾട്ടിപ്പിൾ സർവീസസ് ക്യാൻ ഇംപ്ലിമെൻറ്റ് എ കോമൺ ഇൻ്റർഫേസ് ആൻഡ് എ സർവീസ് ക്യാൻ ഇംപ്ലിമെൻറ്റ് എ മൾട്ടിപ്പിൾ ഇൻ്റർഫേസ്. ഒരു മൾട്ടിപ്പിൾ സർവീസസിന് ഒരു കോമൺ ഇൻ്റർഫേസിനെയും അതുപോലെ തന്നെ ഒരു സർവീസിന് മൾട്ടിപ്പിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻ്റർഫേസ് ബേസ്ഡ് ഡിസൈനിൻ്റെ. പിന്നെ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് SOAൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഡിസ്കവറബിൾ എന്ന് പറയുന്നത്. ഡിസ്കവറബിൾ എന്ന് പറയുന്നത് സർവീസസ് നീഡഡ് ടു ബി ഫൗണ്ട് അറ്റ് ബോത്ത് ഡിസൈൻ ടൈം ആൻഡ് റൺ ടൈം ആൻഡ് നോട്ട് ഓൺലി ബൈ യൂണിക് ഐഡൻറ്റിറ്റി ബട്ട് ഓൾസോ ബൈ ഇൻ്റർഫേസ് ഐഡൻറ്റിറ്റി ആൻഡ് ബൈ സർവീസ് കൈൻഡ്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ് സിംഗിൾ ഇൻസ്റ്റൻസ്. അൺലൈക്ക് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിനെ ബേസ്ഡ് നോക്കുമ്പോൾ വെച്ച് ഇൻസ്റ്റൻഷിയേറ്റ്സ് കമ്പോണൻസ് ആസ് നീഡഡ്. And each service is a single, always running instance that a number of clients communicate with. Next characteristics is it is loosely coupled. Services are connected to other service and clients using standard dependency reducer and decoupled message-based methods such as XML document exchanges. And the other characteristic is asynchronous. This asynchronous in general services use a asynchronous message passing approach ആണ് ജനറലായിട്ട് യൂസ് ചെയ്യുന്നത്.
പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇൻഫാക്ട് മെനി സർവീസസ് വിൽ യൂസ് സിങ്ക്രണസ് മെസ്സേജ് പാസിങ് അറ്റ് എ ടൈം. നമ്മൾ സിങ്ക്രണസ് മെസ്സേജ് പാസിങ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മെയിനായിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലിപ്കാർട്ടൊക്കെ. നമ്മളൊരു ഫ്ലിപ്കാർട്ട് അതൊരു സർവീസാണ്, സർവീസ് പ്രൊവൈഡറാണ്. അതിൻ്റെ അടുത്ത് നമ്മളൊരു സർവീസ് ചോദിക്കണതാണ്. സർവീസ് കൺസ്യൂമർ അല്ലെങ്കിൽ സർവീസ് റിക്വസ്റ്റ്. നമ്മൾ സർവീസ് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുകയോ ചെയ്യാണ്. അതിനനുസരിച്ച് അതിൻ്റെ ഡാറ്റാബേസ് സർവീസ് ബ്രോക്കർ അതിൽ നിന്ന് ഡാറ്റ എന്താ പറയുക നമുക്ക് എന്ത് സർവീസാണ് വേണ്ടത് അത് തരികയാണ് ചെയ്യുന്നത്. And this is all about the service oriented architecture. Thank you.